അല്ല അല്ല ശരിക്കും ആസ്വദിച്ചു. ഇനി ഓഡിയൻസിൻ്റെ ആ മൂഡിനനുസരിച്ച് ഇത് കണ്ടപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗാണ്. ഞാൻ നേരത്തെ ഇത് കണ്ടതായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട്, പക്ഷേ ഓഡിയൻസിനോടൊപ്പം കണ്ടത് ഒരു വളരെ വ്യത്യസ്ത ഫീലിംഗ് ആയി തന്നെ തോന്നി. സന്തോഷമുണ്ട്, വളരെ സന്തോഷം. നിങ്ങളാണ് പറയേണ്ടത്. വളരെ മനോഹരമായിരുന്നു അനുഭവം. ഒരു മായക്കാഴ്ച. ഒരുപാട് ജനങ്ങളുടെ കൂടെ ഇരുന്നവരുടെ ഹൃദയം തൊട്ടറിഞ്ഞ് കാണുമ്പം വളരെയധികം സന്തോഷം. വിചാരിച്ചതിലും ചെയ്തതിലുമൊക്കെ ഗംഭീരമായ ഒരു റിസൾട്ടാണ് ലിജോ നമുക്ക് തന്നതെന്ന് മനസ്സിലാക്കി. താങ്ക് യു. പടം പക്ക LJP സ്റ്റഫാണത്. LJP പടം പ്രതീക്ഷിച്ച് തന്നെ കാണണം. കൊള്ളാം. എന്താ പറയണ്ടേ? എന്താണ് അഭിപ്രായം? ആണോ? എല്ലാവരുടെ അഭിപ്രായം എന്താ? അടിപൊളിയല്ലേ? ഇനി എല്ലാവരും വന്ന് കാണട്ടെ. താങ്ക് യു സോ മച്ച്. സോ ഹാപ്പി. വലിയ സന്തോഷമുണ്ട് കണ്ടതിൽ. ഓക്കേനാ? താങ്ക് യു. കാണാൻ പോകുന്നത് ുള്ള പടമാണ്. പക്ഷെ നമ്മളങ്ങനെ നിന്നു. അത്രയും നല്ലൊരു പടമാണ്. പിന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസ് കുറേ നല്ല. ഈ പടത്തിന് വെച്ചാൽ ഫൈറ്റും എല്ലാം ഓരോന്നും എല്ലാം നല്ല അടിപൊളി. സെക്കൻഡ് പാർട്ടും ഉണ്ട്. എല്ലാം സൂപ്പറാണ്. സത്യത്തിൽ ഫാൻ ബോയ് ആവുന്ന LJP അതേപോലെയാണ് വെച്ചേക്കണത്. പിന്നെ കളർ ഗ്രേഡിംഗ് ഒക്കെ സൂപ്പറാണ്. കളർ ഗ്രേഡിങ് എല്ലാം പക്കയാണ്. പിന്നെ എല്ലാം ഏറ്റവും അടിപൊളിയാണ്. പിന്നെ BGM മ്യൂസിക് സൈഡ് സെറ്റാണ്. അതാണ്. പിന്നെ അടുത്ത ചേട്ടാ കാസ്റ്റിംഗ് ആണ്. പിന്നെ കാസ്റ്റിംഗ് ചെറിയ പൈസ വെച്ച് ഇവര് നല്ല അടിപൊളി കാസ്റ്റിംഗ്. എല്ലാവരും പെർഫോമൻസ് സൂപ്പർ പെർഫോമൻസ് ആണ്. പടം അത്രയും അടിപൊളിയായിരുന്നു. ഫാൻസിൻ്റെ കൂടെ പൊതുവെ ഇങ്ങനെ ഒരു അവസരം എല്ലാ ആർട്ടിസ്റ്റുകളും കിട്ടാറില്ല. സോ ഇത്രയും ആവേശത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പടം കാണാൻ പറ്റിയാൽ വളരെയധികം സന്തോഷം. ഭയങ്കര പ്രൗഡാണ്. അതുപോലെ തന്നെ ലിജോ സാർ ഒരു വലിയൊരു മാജിക്കിൻ്റെ ഭാഗം പറ്റി. സോ learn Malayalam for sure, and I'm loving the language, and yeah, for sure I will love, and I will love to learn this language for sure. What's your theater experience? Mind blowing, really mind blowing. I felt goosebump. I felt crying at a moment. I know the script. I have done this film. Even I felt crying. He's mind blowing director. What can I say about him? He's a mind blowing director. He's a mastermind, I think. കൊള്ളാം. സൂപ്പർ. നല്ല പടം. സൂപ്പർ. അടിപൊളി. നിങ്ങളൊക്കെ കാണൂട്ടോ. കണ്ടില്ലേ? കാണൂ. കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയനാണ് അറിയേണ്ടത്. കാണൂ. കുഴപ്പമില്ല. പടം കുഴപ്പമില്ല. ഒബ്വിയസ്ലി സ്റ്റാർഡം നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വരും എനിവേ. ഈവൻ മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വെയിനിൽ കൂടെ ഒരു ഓവർ എക്സൈറ്റഡ്മെൻറ്റും ബ്ലഡ് ഫ്ലോ എല്ലാം ഉണ്ടാവും. അത് ഈ മൂവിയിൽ ഏത് മൂവി എടുത്താലും ഉണ്ടാവും. സോ ഇറ്റ് ഇസ് ദെയർ. ഒരു വിഷ്വലി ഭയങ്കര ട്രീറ്റ് ആണെന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? വിഷ്വൽ ട്രീറ്റ് ഉണ്ട്. വി ഷുഡ് എക്സ്പ്ലോർ ഇറ്റ് മോർ. കാരണം കളർ കോൺഫിഗറേഷൻസ് എല്ലാം കൊള്ളാം. എസ്പെഷ്യലി റെഡ് ആൻഡ് യെല്ലോ തീം വരുന്നതെല്ലാം നല്ലതാണ്. വൈറ്റ് സീക്വൻസ് വരുന്നതും. സോ എവറിത്തിങ് ഈസ് ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സൂപ്പർ പടം. ഞാൻ ആദ്യം കയറിയില്ല. ഞാൻ ഇന്റർവ്യൂവിൽ കുറച്ച് മുമ്പ് കയറിയത്. അടിപൊളി പടം. എന്താ മോനെ, നല്ല പടം. ഞാൻ എഴുതിയതാ.
സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. സെക്കൻഡ് പടം അടിപൊളി പടം ചേട്ടാ, സൂപ്പർ എല്ലാം സൂപ്പറാണ്. കോംബോ കലക്കി, ഇത് ഹിറ്റ് കോംബോ. പാർട്ട് 2 വെയിറ്റിംഗ്, വലക്കോട്ട് വാലിബൽ ലോഡിംഗ്. പടം അടിപൊളി, ഒരു രക്ഷയില്ല ബ്രോ. വിചാരിച്ച പോലെ തന്നെ ലെവലിലേക്ക് പോയി. അടിപൊളി മൂവിയാണ്. ലിജോ പള്ളിശ്ശേരിയും മോഹൻലാലും വന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ എഫക്റ്റ് ഉണ്ട്. പിന്നെ ആസിഫിന് ആ പടത്തിന് ചെറിയൊരു ലാഗ് ഉണ്ട്. അത് ആ മൂവിക്ക് ആവശ്യമുള്ള ഒരു ലാഗാണ്. പക്ഷേ ഓവറോൾ അടിപൊളിയാണ്. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.